ചേട്ടൻ റെഡിയായാൽ പോലും റെഡിയാവാത്ത ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയായി നിൽക്കുകയാണ്. കാരണം ഞാൻ പറയണ്ടല്ലോ, ഓഫ് കോഴ്സ് ട്രിപ്പ് തന്നെ. അപ്പം ഞാനും നിന്തിക്കുട്ടിയും രാവിലെ ഒരു ട്രിപ്പ് മോഡലായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾ അവിടെ തന്നെ ഒരു കടയിൽ കയറി നെയ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നേ. പിന്നെ നമ്മൾ ടി വിയിൽ തേയിലയുടെ പരസ്യത്തിലൊക്കെ കാണുന്നതിന് കൂട്ട് ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ ചിന്തിച്ചത് വേറൊരു കാര്യമായിരുന്നു, ഇത്രയും ദൂരം ചേട്ടൻ എങ്ങനെ വണ്ടി ഓടിച്ചു? ഇതായിരുന്നു എൻ്റെ തലയിൽ. അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എലിഫൻറ്റ് റൈഡിങ്ങിനായിരുന്നേ. എനിക്കിതിലൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിന്നു. പിന്നെ എന്തിനാണ് ഈ ട്രിപ്പിന് വന്നതെന്ന് ചേട്ടനും. പിന്നെ ഈ കപ്പിൾസിൻ്റെ കൂടെ ട്രിപ്പ് പോയാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. കപ്പിൾസ് ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കും, ചേച്ചി വാവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നോക്കിയിട്ട് ആരുമില്ലല്ലോ കൂടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഫോണും പിടിച്ചങ്ങ് നടക്കുകയെന്നേ. ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും, പിന്നെ അങ്ങ് ശീലമായിക്കോളും. പിന്നെ അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അച്ചം പച്ചം നമ്മളങ്ങ് ഫോട്ടോ എടുക്കണം. അവരുടെ എടുക്കാം, നമ്മളെ എടുക്കാം, എന്താ? പിന്നെ കുറ്റം പറയരുതല്ലോ, ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഫോട്ടോയുടെ കേട്ടാൽ അപ്പം തന്നെ റെഡിയായി നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ് നിങ്ങളീ കാണുന്നത്. ചരിഞ്ഞും തിരിഞ്ഞും കാറ്റ് വരുന്നതും കാറ്റില്ലാത്തതും അങ്ങനെ സകലമാന ഫോട്ടോകളും കാണും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിൻറ്റിലോട്ടായിരുന്നു കേട്ടോ. എക്കോ പോയിൻറ്റിലാണ് ഇവരുടെ മനസ്സെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് അവിടെ അല്ലായിരുന്നു. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ, അത് തന്നെ. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു ഷോ എൻ്റെ വകയും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പേരറിയാത്ത ഏതോ ഒരു ഡാമിൽ ഞങ്ങൾ പോയിട്ട് നേരെ പോയത് ടോപ്പ് സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഏകദേശം ഇതുപോലെയായിരുന്നു. എല്ലാവരുടെയും മുഖമൊക്കെ കാണാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ്. പിന്നെ ഫിസിക്കലി കുറച്ച് വീക്കായി എനിക്കും എൻ്റെ നിധിക്കുട്ടിക്കും ഗ്ലൗസ് വാങ്ങിക്കാനുള്ള പരാക്രമമാണ് എന്താ ഈ കാണുന്നത്. ലെപ്പി എങ്ങനെയുണ്ട്? ആ കണ്ണീര് തുടച്ചിട്ട് പറയടി. പിന്നെ തണുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടൻ തേണ്ടി ഇങ്ങനെയായിരിക്കും മറുപടി. ലിക്കുട്ടി തിരിഞ്ഞേ. ലിക്കുട്ടി എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. പിന്നെ ചൂടുള്ളവരെല്ലാം ഗ്ലൗസ് ഇട്ടിട്ടാണല്ലോ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഞാൻ തണുത്ത് കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിധിക്കുട്ടി അവിടെ കാണിച്ചു കൂട്ടിയതൊന്നും പറയണ്ട, ജസ്റ്റ് ബിക്കോസ് ഒരു പൂച്ചക്കുട്ടിയെ കണ്ടു, അത്രേ ഉള്ളൂ. ഒരു തൊട്ടാവെണ്ണയാണെന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അവിടുന്ന് നേരെ ഒരു പടി കേടിയാണ് കേട്ടോ നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനിലോട്ട് കയറുന്നത്. ലൈക്ക് നമ്മൾ മണ്ടേൽ ആ വ്യൂ പോയിൻറ്റിലോട്ട് കയറുന്നത്. അവിടെ എനിക്ക് നിങ്ങൾ ക്യാമറയിൽ കാണുന്നതും ഞാൻ കാണുന്നതും ഡിഫറെൻ്റ് ആണ്. കാരണം അടുത്ത് നിൽക്കുന്നവരുടെ മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിലായിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ എൻ്റെ മുമ്പിൽ കപ്പിൾ ഗോൾസ് കാണിക്കുന്ന സീനാണ് നിങ്ങളിത് ഈ കാണുന്നത്. ഒരു റീൽ എടുത്തു തരൂ, ഒരു ഫോട്ടോ എടുത്തു തരൂ, ഒരു വീഡിയോ എടുത്തു തരൂ. സിംഗിളായതിൻ്റെ വിഷമം നമ്മൾ ആരോട് പറയാൻ അല്ലേ? ഒരു ബ്രെഡ് ഓംലെറ്റിൽ ഞാൻ ആ വിഷമം അങ്ങ് തീർത്തു.